64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം ചൂടി കണ്ണൂർ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ 2ാം സ്ഥാനത്തും കോഴിക്കോട് 3ാം സ്ഥാനത്തുമെത്തി. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ മുഖ്യാതിഥിയായി. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കലോത്സവ വേദിയിലെത്താൻ കഴിയാതിരുന്ന കാസർഗോഡ് സ്വദേശി സിയ ഫാത്തിമയെ ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുപ്പിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ തീരുമാനത്തെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ സിയ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ കമ്പോണന്റ് എന്ന് പറയുന്നത് എമ്പതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.